അമൃതയും അവളുടെ ഭർത്താവ് സുരേഷും ചില കുടുംബ പ്രശ്നം കാരണം ഒരു കൗൺസിലറെ കാണാൻ പോയി. കൗൺസിലർ സുരേഷിനോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്നെ മനസ്സിലാക്കുന്നില്ല എന്നാണ് അവളുടെ പരാതി. പക്ഷേ അവൾ ശരിക്കും ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്ന എന്നെയാണ് മനസ്സിലാക്കാത്തത്. അമൃതയുടെ കണ്ണുകൾ നിറഞ്ഞു. കൗൺസിലർ സുരേഷിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ജോലി? സുരേഷ് പറഞ്ഞു, ഞാൻ ബാങ്കിൽ ജോലി ചെയ്യുന്നു. കൗൺസിലർ ചോദിച്ചു, അപ്പോൾ നിങ്ങളുടെ ഭാര്യയോ? സുരേഷ്, അവൾക്ക് ജോലിയില്ല, വീട്ടമ്മയാണ്. കൗൺസിലർ, നിങ്ങളുടെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ആരാണ് ഉണ്ടാക്കുന്നത്? സുരേഷ്, അത് എൻ്റെ ഭാര്യ. അവൾക്ക് ജോലിക്ക് പോകണ്ടല്ലോ, അതുകൊണ്ട്. കൗൺസിലർ, നിങ്ങളുടെ ഭാര്യ എപ്പോൾ എഴുന്നേൽക്കും? സുരേഷ്, അവൾ വെളുപ്പിനെ എഴുന്നേൽക്കും. എന്നിട്ട് രാവിലത്തേക്കുള്ള ഭക്ഷണവും ഉച്ചയ്ക്ക് കുട്ടികൾക്കും എനിക്കും കൊണ്ടുപോകാനുള്ള ഭക്ഷണവും തയ്യാറാക്കും. പിന്നീട് കുട്ടികളെ പല്ലു തേപ്പിക്കും, കുളിപ്പിക്കും, അവരെ ഒരുക്കും, അവർക്ക് വേണ്ടുന്ന എല്ലാം തയ്യാറാക്കി വയ്ക്കും. കൗൺസിലർ, കുട്ടികൾ എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത്? സുരേഷ്, അത് അവൾ കൊണ്ടുവിടും, കാരണം അവൾക്ക് ജോലിക്ക് പോകണ്ടല്ലോ. കൗൺസിലർ, കുട്ടികളെ സ്കൂളിൽ കൊണ്ട് വിട്ടുവന്ന് നിങ്ങളുടെ ഭാര്യ എന്തു ചെയ്യും? സുരേഷ്, തിരിച്ചു വന്ന് എല്ലാം അടുക്കി വെച്ച് വീട് വൃത്തിയാക്കി ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങി വരും. പിന്നീട് തുണികളൊക്കെ അലക്കി വൃത്തിയാക്കും. താങ്കൾക്കറിയാമല്ലോ, അവൾക്ക് ജോലിക്ക് പോകണ്ടാത്തതുകൊണ്ട് ഇതെല്ലാം അവൾ ചെയ്യും. കൗൺസിലർ, നിങ്ങൾ ജോലി കഴിഞ്ഞ് വന്നിട്ട് എന്തു ചെയ്യും? സുരേഷ്, ഞാൻ വിശ്രമിക്കും, കാരണം രാവിലെ ജോലിക്ക് പോയി ക്ഷീണിച്ചു വന്നതുകൊണ്ട് കുറച്ച് വിശ്രമിക്കും. കൗൺസിലർ, അപ്പോൾ നിങ്ങളുടെ ഭാര്യ എന്തു ചെയ്യും? സുരേഷ്, അവൾ രാത്രിയിലേക്കുള്ള ഭക്ഷണം തയ്യാറാക്കി എനിക്കും കുട്ടികൾക്കും തന്നതിനു ശേഷം പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി വീടെല്ലാം ഒന്നുകൂടെ അടുക്കി പെറുക്കി വൃത്തിയാക്കും. കൗൺസിലർ, ഇങ്ങനെയാണോ ദിവസവും? സുരേഷ്, അതെ, കാരണം അവൾക്ക് ജോലിക്ക് പോകാണ്ടത്തതുകൊണ്ട് ഇതെല്ലാം അവളാണ് ചെയ്യുക. കൗൺസിലർ, അപ്പോൾ ഇനി ഒന്ന് ആലോചിച്ച് നോക്ക്, ഇതിൽ ആരാണ് കൂടുതൽ സമയം ജോലിയെടുത്തത്? പലരും പുറത്തുപോയി ജോലി ചെയ്യുന്നതിന് മാത്രമേ ജോലിയായി കാണുന്നുള്ളൂ. പക്ഷേ അതിലും വളരെ ജോലി ഒരു വീട്ടിൽ ഒരു വീട്ടമ്മ ചെയ്യുന്നുണ്ടാകും. പക്ഷേ പലപ്പോഴും അത് ആരും തിരിച്ചറിയപ്പെടുന്നില്ല. അവർ ചെയ്യുന്നതും ജോലി തന്നെയാണ്. അവർക്കും ക്ഷീണമുണ്ടാകും. എന്നാലും അത് വകവയ്ക്കാതെ തൻ്റെ ഭർത്താവിൻ്റെയും കുട്ടികളുടെയും കാര്യങ്ങൾ സന്തോഷത്തോടെ ചെയ്യുന്നു. ഇങ്ങനെയുള്ള വീട്ടമ്മയ്ക്ക് അവളുടെ ഭർത്താവ് മനസ്സിലാക്കി അവൾക്ക് ഒരു കരുതൽ, ഒരു പിന്തുണ കൊടുത്താൽ ഇതിൽ പരം സന്തോഷം അവർക്കില്ല. പരസ്പരം ഉള്ള മനസ്സിലാക്കലാണ് ഏത് ദാമ്പത്യ ജീവിതത്തിൻ്റെയും വിജയം. സുരേഷിന് അപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ ബോധ്യപ്പെട്ടു. അവൻ അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് കൗൺസിലറോട് നന്ദി പറഞ്ഞ് സന്തോഷത്തോടെ അവിടെ നിന്നും പോയി. കുടുംബജീവിതം, അത് പരസ്പരം മനസ്സിലാക്കി പിന്തുണയ്ക്കുക. ആ ഒരു പിന്തുണ മതി മറ്റെന്തിനേക്കാളും.